ചിന്നക്കനാലിലെ കാട്ടാന ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ടതിൽ തിരിഞ്ഞു നോക്കാതെ വനംമന്ത്രി ഷിബു ബേബി ജോൺ. ദുരന്ത സമയത്ത് തൊട്ടടുത്ത പ്രദേശമായ മൂന്നാറിലുണ്ടായിട്ടും മന്ത്രി സ്ഥലം സന്ദർശിച്ചില്ല. അപകട സമയത്ത് മന്ത്രി മൂന്നാർ രാജപാത സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. അപകടം നടന്ന ദേവികുളം മണ്ഡലത്തിലെ MLA ആയ F രാജയും സംഘത്തിലുണ്ടായി. ഇപ്പോൾ വിശദാംശങ്ങളുമായി അഖിൽ ചേരുകയാണ്. അഖില, ഇപ്പോൾ നമ്മൾ കണ്ടതൊരു വീഡിയോ ആണ്, എനിക്ക് തോന്നുന്നൊരു റീലാണെന്ന് തോന്നുന്നു. ഇതാരാണ് ഈ റീല് സൃഷ്ടിച്ചത്? അതുപോലെ ഈ കാട്ടാന ആക്രമണത്തിൽ ആ സ്ത്രീ കൊല്ലപ്പെടുന്ന ഒരു സമയത്ത് കോതമംഗലത്ത് വനമന്ത്രി ഉണ്ടായിരുന്നു എന്ന് കേട്ടു. അവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ക്രൂരമായ ഒരു പരിഹാസം ഒക്കെ പ്രതികരണമായി കണ്ടത്. അവിടെ നിന്ന് മൂന്നാറിലേക്കും അദ്ദേഹം പോയിരുന്നു. എന്നിട്ടും അദ്ദേഹം അടിമാലിയിലേക്ക് വരാനോ ആശുപത്രിയിലേക്ക് വരാനോ ഒന്നും തയ്യാറായില്ല, സന്നദ്ധനായില്ല എന്നതാണോ മനസ്സിലാക്കേണ്ടത്? ശരത്ത്, തീർച്ചയായും ഇന്നലെ ഇത്തരത്തിലൊരു വീഡിയോ പങ്കുവെച്ചത് കോതമംഗലം MLA ആയിട്ടുള്ള ഷിബു തെക്കുംപുറമാണ് തൻ്റെ സാമൂഹ്യ മാധ്യമ പേജിലൂടെ ഈ വീഡിയോ പുറത്തുവിട്ടത്. അതായത് ആലുവ മൂന്നാർ രാജപാത, പരമ്പരാഗത രാജപാത വീണ്ടെടുക്കണമെന്നാവശ്യപ്പെട്ട് MLA നൽകിയ നിവേദനത്തെ തുടർന്ന് ആലുവ മൂന്നാർ രാജപാത സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ ദൃശ്യത്തിൽ മാസ് BGM ഒക്കെ കയറ്റി വലിയ രീതിയിൽ ഇത്തരത്തിലൊരു വീഡിയോ പുറത്തുവിടുന്ന സമയത്ത് രാവിലെ 8:30 ഇത്തരത്തിൽ ഇവർ ഈ യാത്ര പുറപ്പെടുന്നത്. 7:30 മണിക്കാണ് ചിന്നക്കനാലിൽ മാരി എന്ന യുവതി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. 8:30 മുതൽ 11 മണി വരെ ഇത്തരത്തിലൊരു വിനോദസഞ്ചാരം പോലെ വലിയ മാസ് BGM കയറ്റിയിട്ട് ഇത്തരത്തിലൊരു യാത്ര നടത്തുന്ന ഘട്ടത്തിൽ 9:30 മണിക്ക് ചിന്നക്കനാലിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. ആ പ്രതിഷേധത്തിൽ അവിടുത്തെ സമീപവാസികൾ പറയുന്നത് തങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാനുള്ള, തങ്ങൾക്ക് സ്വൈര്യമായി സഞ്ചരിക്കാനുള്ള അവസരം സർക്കാർ ഒരുക്കണമെന്ന ആവശ്യവുമായി വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുമ്പോൾ ചിന്നക്കനാൽ മേഖല എന്ന് പറയുന്നത് ദേവികുളം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഭാഗമാണ്. ദേവികുളം MLA ആയിട്ടുള്ള F രാജ അടക്കമുള്ള സംഘമാണ് ഇന്നലെ ഇത്തരത്തിൽ ആലുവ മൂന്നാർ രാജപാത സന്ദർശിക്കുന്നത്. ഇന്നലെ ഇതിനുശേഷം ഈ രാജപാതയുടെ സന്ദർശനത്തിന് ശേഷം അടിമാലി ആശുപത്രിയിൽ ഗുരുതരമായി പരിക്കേറ്റ മാരിയുടെ കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിയെ സന്ദർശിക്കാൻ മന്ത്രി ഷിബു ബേബി ജോൺ എത്തും എന്ന് കരുതി നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമ സംഘം അവിടെ കാത്തുനിന്നെങ്കിലും ഒരു ഘട്ടത്തിലും മന്ത്രി അവിടേക്ക് എത്തുന്ന ഘട്ടമുണ്ടായില്ല. ആലുവ മൂന്നാർ രാജപാത സന്ദർശിച്ച ശേഷം കോതമംഗലം ബിഷപ്പ് ഹൗസിലെത്തി അവിടെയും സന്ദർശനം നടത്തി മന്ത്രി തിരികെ മടങ്ങുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. അത്തരത്തിൽ ഒരു ഘട്ടത്തിൽ മൃതദേഹങ്ങൾ എടുത്ത് റോഡ് ഉപരോധിച്ച കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തുമ്പോൾ അവർ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ആളുകളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനാദരവിന്റെ സൂചനയാണ് ആയി ഈ വീഡിയോയെ കാണേണ്ടി വരും. ഒരു കാര്യം കൂടി, അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു നടപടിയാണ് വനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അദ്ദേഹം തിരുവനന്തപുരത്തായിരുന്നില്ല, കോതമംഗലത്തുണ്ടായിരുന്നു, ആ റൂട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, മൂന്നാർ ആ ഭാഗത്തേക്കൊക്കെ പോയി. പക്ഷേ എന്നിട്ടും ഈ അപകടം അറിഞ്ഞ് ആ ആശുപത്രിയിലേക്ക് ചെല്ലാനോ ആ കൊല്ലപ്പെട്ട സ്ത്രീയുടെ കുഞ്ഞിനെ കാണാനോ ഒന്നും തയ്യാറായില്ല. മാധ്യമപ്രവർത്തകരുമൊക്കെ ഇപ്പോൾ അതെല്ലാം വിശദമായി ഇപ്പോൾ അഖിൽ സൂചിപ്പിച്ചു. കാത്തുനിന്നു, ആശുപത്രിയിൽ മന്ത്രി വരുമെന്ന് കരുതി, അതൊന്നും ഉണ്ടായില്ല. ഈ യാത്രകൾ ഒന്ന് ക്രമീകരിക്കാനോ വെട്ടിച്ചുരുക്കാനോ ഒഴിവാക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കണ്ട, പക്ഷേ വെട്ടിച്ചുരുക്കി അവിടെ കൂടി പോകാനും അവിടെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് തയ്യാറായിട്ടില്ല എന്നും വ്യക്തം. മാത്രമല്ല, കോതമംഗലം ബിഷപ്പ് ഹൗസിലും അദ്ദേഹം ഉണ്ടായിരുന്നു, എന്നിട്ടും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. 2, വനം വകുപ്പിൻ്റെ ഉറപ്പുകൾ ലംഘിക്കപ്പെടുന്നു എന്ന പ്രശ്നമാണോ ഇത്തരം കാട്ടാന ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നത്? അതുപോലെ നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിൽ UDF വാഗ്ദാനം ചെയ്ത പണം ഇപ്പോഴും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ആ കുടുംബത്തിന്? ശരത്ത്, ഇന്നലെ അവിടെ നടന്ന ആക്രമണത്തിൽ നാട്ടുകാർ ആരോപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വനം വകുപ്പിന്റെ കണക്ക് പ്രകാരം 17 ആനകളാണ് ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖലയിലുള്ളത്. എന്നാൽ RRT സംഘത്തിൽ ഉള്ള ആളുകളുടെ എണ്ണം 10 മാത്രമാണ്. പരിമിതമായ ആളുകൾ മാത്രമാണ് RRT സംഘത്തിൽ ഉള്ളത്. അത്തരത്തിൽ പര്യാപ്തമായ ആളുകൾ പോലും ഇല്ലാതെ ഒരു RRT സംഘത്തെ വെച്ച് അത്തരത്തിൽ RRT സംഘം തലേ ദിവസം ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നു, കാട്ടാന മേഖലയിലുണ്ട്. എന്നാൽ ആ കാട്ടാന ഉള്ളതിൻ്റെ മുന്നൊരുക്കങ്ങൾ വനം വകുപ്പ് എടുത്തിരുന്നെങ്കിൽ 36 വയസ്സുള്ള മാരി എന്ന യുവതിക്ക് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു, 2 കുഞ്ഞുങ്ങൾ അനാഥരാകില്ലായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ആദ്യഘട്ടത്തിൽ LDF സർക്കാർ വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുന്നവർക്കുള്ള നഷ്ടപരിഹാര തുക 14 ലക്ഷം രൂപയാണ് നൽകിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് 1 ലക്ഷം രൂപ കൂടി വർദ്ധിപ്പിച്ച് 15 ലക്ഷം രൂപ നൽകുമെന്നാണ് ഇന്നലത്തെ അവലോകന യോഗത്തിലെ തീരുമാനം. എന്നാൽ UDFിന്റെ പ്രകടന പത്രികയിൽ UDF നൽകിയ വാഗ്ദാനം അനുസരിച്ച് 50% വർദ്ധിപ്പിക്കുമെന്നായിരുന്നു. അതായത് 14-ന് 7 കൂടി 21 ലക്ഷം രൂപ നൽകുമെന്നായിരുന്നു. ആ വാഗ്ദാനവും പാലിക്കപ്പെട്ടില്ല. മറിച്ച് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്
സ്ഥിരമായൊരു ശാശ്വതമായൊരു പരിഹാരം ഈ വിഷയത്തിൽ കണ്ടെത്തും എന്ന് UDF അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞു. എന്നാൽ ഇന്നലെ അവലോകനം കഴിഞ്ഞ് MLA-യോടും DFO-യും അടക്കമുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ ശാശ്വതമായ പരിഹാരം എന്ന് ഉള്ളതിനോട് അവർക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. അവർ പറയുന്നത് ഡ്രഞ്ചിങ് നടപ്പിലാക്കും, സെൻസിങ് നടപ്പിലാക്കും എന്നിടത്തിലുള്ള സ്ഥിരം പല്ലവിയല്ലാതെ മറ്റൊന്നും ചിന്നക്കനാലിലെ ജനങ്ങൾക്ക് ഇനിയും നൽകാൻ വനം വകുപ്പിനോ വനം മന്ത്രിക്കോ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല. ശരത്, ശരി, ഇതിനെ ഒരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷത്തിരുന്നപ്പോൾ കൊണ്ടുപോയ ആളുകളുടെ ആത്മാർത്ഥതയാണ് ഇപ്പോൾ വെളിവാകുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഇതത്ര വേഗം പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളല്ല. ഇതിൻ്റെ ശാശ്വത പരിഹാരം 70കളിൽ വന്ന ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കൊണ്ടുവന്ന കേന്ദ്ര വനം പരിസ്ഥിതി നിയമത്തിൽ വരുത്തേണ്ട ഭേദഗതി തന്നെയാണ്. അതിന് കേന്ദ്രം കൂടി മനസ്സ് വെക്കേണ്ടതുണ്ട്. ഈ യാഥാർത്ഥ്യം പ്രതിപക്ഷത്തിരുന്നപ്പോൾ അംഗീകരിക്കാതിരുന്ന UDF ഇപ്പോൾ അധികാരത്തിൽ വരുമ്പോൾ കാട്ടുന്നതാണ് വലിയ തോതിൽ പ്രതിഷേധാർഹമാകുന്നത്. തങ്ങളുടെ കയ്യിൽ ഒറ്റമൂലിയില്ല എന്ന് വനം മന്ത്രി പറയുകയാണ് ഇത്തരം വന്യജീവി ആക്രമണങ്ങളിൽ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ. അതുപോലെ തന്നെ കാട്ടാനെ അറിഞ്ഞിട്ടില്ല, കേരളത്തിൽ ഭരണം മാറിയത് പിണറായി വിജയൻ മാറി, VD സതീശൻ വന്ന് കാട്ടാനെ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന തരത്തിലേക്ക് ക്രൂര ഫലിതവും പറഞ്ഞു നടക്കുന്ന നിലയിലേക്ക് വനം മന്ത്രി ഈ വിഷയങ്ങളെ സമീപിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് ഇന്നലെ കോതമംഗലത്തുണ്ടായിരുന്ന മന്ത്രി, ആ മൂന്നാർ ഭാഗത്തേക്കൊക്കെ പോയ മന്ത്രി, ഈ സംഭവം ഉണ്ടായിട്ടും ചിന്നക്കനാലിലേക്ക് പോകാനോ ആ കുടുംബത്തെ കാണാനോ അല്ലെങ്കിൽ പരിക്കേറ്റ കുട്ടികളെ കാണാനോ ഒന്നും തയ്യാറായിട്ടില്ല. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പിൽ UDF വാഗ്ദാനം ചെയ്ത നഷ്ടപരിഹാരം, സഹായധനം, അത് ഈ കുടുംബത്തിന് കൈമാറിയിട്ടില്ല. ഇപ്പോഴും അത് 15 ലക്ഷം മാത്രമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണക്കുകൾ നോക്കിയാൽ 21 ലക്ഷമാണ് സർക്കാർ ആ കുടുംബത്തിന് നൽകേണ്ടത്. അതും നൽകുന്നില്ല എന്നതുപോലെയുള്ള പ്രധാന പ്രശ്നങ്ങൾ, വലിയ വിമർശനങ്ങൾ ഉയരുക കൂടിയാണ്. അഖിലാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകിയത്.